വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സക്സസ്ഫുള്ളായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും പലർക്കും അതിന് കഴിയാറില്ല. പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒന്നാണ് സെൽഫ് ഡൗട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക, എന്നെക്കൊണ്ടിത് പറ്റുമോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ ശരിയാകുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് പലതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നുണ്ടാവും. ഈ ഒരു സെൽഫ് ഡൗട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിൽ ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. സെൽഫ് ഡൗട്ട് ഒഴിവാക്കാനായിട്ടുള്ള കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചെറുപ്പത്തിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പലരുടെയും ഇടപെടലുകൾ കൊണ്ടാകാം നമുക്ക് ഈ സെൽഫ് ഡൗട്ട് വന്നിട്ടുണ്ടാവുന്നത്. അതായത് ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, നിനക്കിത് പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പലരിൽ നിന്ന് കേട്ട കളിയാക്കലുകൾ, ഇതൊക്കെ നമ്മളിലേക്ക് സെൽഫ് ഡൗട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസസ് കൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങാനായിട്ടുള്ള പേടിയുള്ള ആളുകളും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഈ ഒരു സെൽഫ് ഡൗട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്താണെന്ന് കണ്ടെത്തുക. എന്തൊക്കെയാണ് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഞാൻ മാറി നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. അതായത് എനിക്ക് സ്റ്റേജിൽ കയറേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാനത് മാക്സിമം ഒഴിവാക്കാറുണ്ട്. അല്ലെങ്കിൽ 4 പേരുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് തീരെ ധൈര്യമില്ല. അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ അവിടെ നിന്ന് ഞാൻ പതിയെ പിന്മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇത് എന്തുകൊണ്ടാണ് എന്നിലേക്ക് വന്നത്. ചിലപ്പോൾ ചെറുപ്പത്തിൽ ആരെങ്കിലും ഒരാൾ കളിയാക്കിയതിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ സ്റ്റേജിൽ കയറാൻ ഇപ്പോഴും പേടിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്താണെന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് ട്രൈ ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ടോക്കിൽ ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു 2 വാക്ക് എവിടെയെങ്കിലും കയറി സംസാരിക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നത് എന്താണ്? സാധാരണ രീതിയിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളോട് എന്താണ് പറയുന്നത്? എനിക്കിതൊന്നും പറ്റില്ല, ഞാനിത് പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സെൽഫ് ടോക്കിൻ്റെ രീതി മാറ്റുക. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്, തീർച്ചയായിട്ടും ഞാനിത് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യും, എനിക്ക് പേടിയുണ്ടാവും, എന്നാലും അതൊന്നും ഞാൻ പുറമേ കാണിക്കില്ല, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അവിടെ കയറി സംസാരിക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു നോക്കിയേ, അപ്പോൾ തന്നെ ആ ഒരു പേടി കുറേയൊക്കെ മാറിക്കിട്ടും. നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ടത് സാധിക്കും. മൂന്നാമതായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് കൂടുതൽ ഇടപെടുക. നിങ്ങളെ ഒരുപാട് കളിയാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ടൊരു ധൈര്യം കിട്ടും. നമുക്ക് നമ്മളെ തന്നെ സംശയമായിരിക്കും, പക്ഷേ ഇപ്പം നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറയുക, എടാ നിനക്കത് പറ്റും, അല്ലെ തീർച്ചയായിട്ടും നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഇത്, എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ടൊരു കോൺഫിഡൻസ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിൽക്കാനായിട്ട് ട്രൈ ചെയ്യുക. നാലാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് എഴുതി വയ്ക്കുക. ചിലപ്പോൾ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു പ്രസംഗത്തിന് സമ്മാനം കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ അഭിനന്ദിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യവും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഞാൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ, പിന്നെ ഇപ്പോൾ എന്താ എനിക്ക് പ്രശ്നം, ആ ഒരു ഡൗട്ട് എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും, മറ്റൊരാൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കൊണ്ടും അത് സാധിക്കും. അങ്ങനെ ഒരു ബിലീഫ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അഞ്ചാമതായിട്ട് നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഞാനിത് ചെയ്താൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നും നിങ്ങൾ ആലോചിക്കാതിരിക്കുക.
അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ അവർ ചെയ്യുന്നത് പോലെ ശരിയാകുമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും നിങ്ങൾ ഓർക്കുക, അവർക്ക് നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല സമയം. ഇനി അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി മോശം പറയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ അവരൊരു നെഗറ്റിവിറ്റി കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്യുക. ആരെന്നെപ്പറ്റി എന്ത് തിങ്ക് ചെയ്താലും എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ആറാമതായിട്ട്, നിങ്ങൾ ലൈഫിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഒരു റിയലിസ്റ്റിക് ഗോളായിരിക്കണം. ഇപ്പോൾ 2 മാസം കൊണ്ട് എൻ്റെ 15 കിലോ ഞാൻ കുറയ്ക്കും, ഇതൊന്നും ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് അല്ല. 2 മാസം കൊണ്ട് മാക്സിമം ഒരു 4 കിലോ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിഞ്ഞേക്കും. അത്രയും കുറച്ചാൽ മതി, അത് തന്നെ നിങ്ങൾ നേടുന്ന വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഏഴാമതായിട്ട്, നിങ്ങളുടെ സ്കിൽസിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യുക. നിങ്ങൾക്കുള്ള കഴിവുകളെ കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ സമയം ട്രൈ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസ് കിട്ടും. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് അങ്ങ് സെലിബ്രേറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നും, ഓ ഞാനത് നേടിയെടുത്തു. നിങ്ങൾക്ക് തന്നെ ചെറിയ ചെറിയ റിവാർഡ്സ് ഒക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സന്തോഷം, വീണ്ടും അതിലും വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.